അപ്പോൾ ഇതിന് കടല പായസത്തിന് നമ്മൾ കടല പിന്നെ തേങ്ങ ചിരവിയത് 2 മുറി എടുത്തിട്ടുണ്ടേ. ഇത് ചവ്വരിയാണേ, ഒരു പാക്കറ്റ് ചവ്വരി. ഇത് കാഷ്നട്ടും മുന്തിരിങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, വറുത്തിട്ടില്ല. നെയ്യ് ആവശ്യത്തിന്, ഒരു ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര അതൊരു 3/4 ഭാഗം എടുക്കുന്നുണ്ടേ. ആദ്യം തന്നെ നമുക്ക് ഈ കടല വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, എന്നാൽ അധികവും ആവരുത്, തീരെ കുറഞ്ഞും പോകരുത് വെള്ളം. ഒരു 6-7 വിസിൽ കേൾക്കേണ്ടി വരും കേട്ടോ, വേണ്ടി വരും ഇത് നല്ലപോലെ വെന്ത് വരാനായിട്ട്. ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് ഈ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് അടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. 1-ാം പാലും 2-ാം പാലുമാണ് ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ തേങ്ങ പിഴിഞ്ഞെടുക്കുവാണ്, അത് പാല് കണ്ടില്ലേ. തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്. വേണമെങ്കിൽ നമുക്ക് സാദാ പാലും ചേർക്കാം, എന്നാൽ രുചി കൂടുതൽ തേങ്ങാപ്പാലിന് തന്നെയായിരിക്കും. ഇതിനിടയ്ക്ക് നമുക്ക് ആ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളിയിലാണ് വെച്ചിരിക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ കടലപ്പരിപ്പ് എടുത്ത് വേവിക്കാനായിട്ട് ഇടുവാണേ. നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനീയം ചേർക്കാം. നല്ലപോലെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഇനി ശർക്കര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തർ നല്ല മധുരം അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചവ്വരിയാണേ, നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കട്ടയായിട്ട് കിടക്കുവാണെങ്കിൽ പ്രശ്നമില്ല അത്. ഇതിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് 2-ാം പാലാണേ. നല്ലപോലെ കലയി വരുന്നുണ്ട്. ഇതും നല്ലപോലെ തിളയ്ക്കേണ്ടതുണ്ട്. ഒരുമാതിരി തുപ്പി തിളയ്ക്കുന്ന ഒരു പരുവം വരും, അപ്പോഴാണ് ഇത് കറക്റ്റ് ആവുന്നത്. ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് കാഷ്നട്ടും മുന്തിരിങ്ങയും എല്ലാം വറുത്തെടുക്കാം. നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. അതിനു മുമ്പ് കുറച്ച് തേങ്ങ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, അതും വറുത്തെടുക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇത് തിളച്ച് വന്നു. സോ നമുക്ക് 1-ാമത്തെ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുവാണേ. അപ്പോഴേക്കും ഇതൊക്കെ വറുത്തെടുക്കുവാണ് നമ്മുടെ കിസ്മിസൊക്കെ കണ്ടില്ലേ. അപ്പോഴേക്കും നമ്മുടെ പായസം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഏലക്ക ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. 4 ഏലക്കയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.